ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ ചക്കയൊക്കെ വെട്ടി ഞാൻ പിന്നെ കുറച്ച് ചോള കൊണ്ടുവന്നു. എന്നിട്ട് വൈകുന്നേരം അതൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുളിയൊന്നും വെക്കില്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ കൊണ്ടുവന്നിട്ട് വാവച്ചിണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ ആളങ്ങോട്ട് മാറി നിന്ന് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇത്രയും ചക്കച്ചോള തന്നെ ഞാൻ കൊണ്ടുവന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അതൊക്കെ നന്നാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ പിറ്റേ ദിവസം കാലത്തത്തെ വീഡിയോ ആണ് ഞാൻ എടുത്തത്. കാലത്ത് എണീറ്റ പക്ഷേ നല്ല കാറ്റും മഴയില്ലായിരുന്നു. അത് കാരണം കറണ്ട് ഉണ്ടായിരുന്നില്ല. മൊബൈലൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് ഞാൻ ഒരു മുട്ടച്ചോറ് ഉണ്ടാക്കിയത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ കാണിച്ച് തരാം. അപ്പോൾ അങ്ങനെ മുട്ടച്ചോറൊക്കെ ഉണ്ടാക്കി ബിരിയാണിയുടെ അരി കൊണ്ടാണ്. പിന്നെ ഞാൻ ചക്ക ഉപ്പേരിക്ക് വേവിച്ച് വെച്ചിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട്. പിന്നെ ഇന്നലത്തെ പരിപ്പും വെള്ളരിക്കും മാങ്ങയും കറി ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് തിളപ്പിച്ച് വെച്ചു. വേറെ കറിയൊന്നും വെച്ചില്ല. കറണ്ട് വന്നപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തത്. പിന്നെ ഞാൻ ഇന്ന് വീഡിയോ എടുക്കണില്ല എന്നാണ് വിചാരിച്ചത്, കറണ്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ ചായ വെച്ചു, പിന്നെ പാലും തിളപ്പിച്ച് വെച്ചു, മണിക്കുട്ടന് ഭാവിച്ചേക്കും. എന്നിട്ട് ഞാൻ വേഗം ചക്കുപ്പേരിയൊക്കെ മുളകൊക്കെ ഇട്ടു. നല്ല അടിപൊളി ചക്കുപ്പേരി ആയിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചോറ് തിളപ്പിക്കാനായിട്ടുണ്ടായിരുന്നു, അതൊന്ന് തിളപ്പിച്ചു. പിന്നെ മുട്ട ഉണ്ടായിരുന്നു 2 അതെടുത്തിട്ട് പുഴുങ്ങിയിട്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ അംഗൻവാടിയിൽ വന്നു. അത് കഴിഞ്ഞപ്പോൾ അവിടെ പൂരാണത്. അപ്പോൾ അവിടെ അടുത്തുള്ള ചേച്ചി ഉണ്ണിയപ്പവും വട്ടയപ്പൊക്കെ തന്നു. ഞാനും ടീച്ചറും കൂടിയിട്ട് അതൊക്കെ കഴിച്ചു, കുട്ടികൾക്കും കൊടുത്തു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറുണ്ടു. ചക്കുപ്പേരി ഞാനൊരു പാത്രം നിറച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർക്കും കൊടുത്തു. ഞാനും ടീച്ചറും കൂട്ടിയിട്ട് സാമ്പാറും ചക്കുപ്പേരിയും മാങ്ങച്ചാറൊക്കെ കൂട്ടിയിട്ട് ചോറുണ്ടു. നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ.